നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇസ്രായേലിന്റെ വാശിയും അമേരിക്കയുടെ നിലപാടുകളും കാരണം മേഖല മുഴുവൻ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തകർച്ചയിലേക്ക് പോവുകയാണ്. ഇറാനിലെ ആണവ നിലയങ്ങൾക്കും ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്കും ഊർജ കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. അതിന് മറുപടിയായി മേഖലയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും സുപ്രധാന കേന്ദ്രങ്ങൾ തകർക്കാൻ ഇറാൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. കുവൈത്തിലും ദുബായിലും ബോംബിടുകയും ചെയ്തു. ഊർജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മാറ്റിവെക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും ഇസ്രായേൽ അത് വകവയ്ക്കാതെ അമേരിക്കൻ വ്യോമസേനയുടെ സഹായത്തോടെ ഇറാന്റെ വ്യവസായ ഹൃദയമായ ഖുസസ്താൻ മുബാറക്ക് സ്റ്റീൽ പ്ലാന്റുകളെ ലക്ഷ്യം വെച്ച് ശക്തമായ വ്യോമാക്രമണം നടത്തി. ഫാക്ടറികൾ വെറും സാധാരണ ഫാക്ടറികളല്ല, മറിച്ച് ഇറാന്റെ വിപ്ലവ ഗാർഡുകളെ IRGC നിയന്ത്രണത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. എന്നാൽ ആക്രമണം അവിടെയും നിന്നില്ല. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ രണ്ടാമതൊരു വലിയ ആക്രമണം കൂടി നടത്തി. അതിൽ അതീവ സെൻസിറ്റീവായ അരാഖ് ഹെവി വാട്ടർ റിയാക്ടർ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന യാസദ് യെല്ലോ കേക്ക് പ്ലാന്റ് എന്നിവ തകർത്തു. കൂടാതെ ഫാർസ് ഇസ്ഫഹാൻ പ്രവിശ്യകളിലെ സിമന്റ് ഫാക്ടറികൾക്കും നേരെ ആക്രമണമുണ്ടായി. റേഡിയോ ആക്റ്റീവ് ചോർച്ച നിലവിൽ ഇല്ലെന്ന് ഇറാനിയൻ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നുണ്ടെങ്കിലും ആണവ കരാറുകൾ പാലിക്കുന്നത് ഇനി അർത്ഥശൂന്യമാണെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ സമിതി വക്താവ് ഇബ്രാഹിം റസേസ് പ്രസ്താവിച്ചു. ഇതിനർത്ഥം ഇറാൻ ഇനി ഔദ്യോഗികമായി ആണവ നിർമ്മാണത്തിലേക്ക് നീങ്ങിയേക്കാം എന്നാണ്. ഇറാൻ തിരിച്ചടിക്കുമോ എന്ന് നോക്കിയാൽ തീർച്ചയായും കഴിഞ്ഞ ദിവസം മുതൽ സൈബർ സൈനിക തലങ്ങളിൽ വലിയ തിരിച്ചടികളാണ് ഇവർ നൽകുന്നത്. സൈബർ ആക്രമണം ഇറാൻ ഹാക്കർ ഗ്രൂപ്പായ ഹൻസല FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ സ്വകാര്യ ഇമെയിൽ ഹാക്ക് ചെയ്യുകയും രേഖകൾ പുറത്തുവിടുകയും ചെയ്തു. സൗദിയിലെ അൽ ഖർജ് ബേസിലെ അമേരിക്കൻ ഇന്ധന വിമാനങ്ങളും KC-135 പോലുള്ള ലോജിസ്റ്റിക്സ് കപ്പലുകളും ഇറാൻ തകർത്തു. കുവൈറ്റ് ജുവൈഹ് മുബാറക് അൽ ഖബീർ തുറമുഖങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി. ഇത് കുവൈറ്റിന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത് അമേരിക്ക തങ്ങളുടെ അറബ് സഖ്യകക്ഷികളെ വഞ്ചിച്ചു എന്നതാണ്. മേഖലയിലെ താവളങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ തിരിച്ചടിക്ക് ഈ രാജ്യങ്ങളെ വിട്ടുകൊടുക്കാത്തത് അമേരിക്കൻ സൈന്യം പിന്മാറിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇറാന്റെ അടുത്ത ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കിയാൽ ഇറാൻ ഇപ്പോൾ മേഖലയിലെ 6 രാജ്യങ്ങളിലുമായി 6 പ്രധാന വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്ന് 1 കിലോമീറ്റർ പരിധിയിലുള്ളവർ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ അസ്തോദിലെ യഹൂദ സ്റ്റീൽ, സൗദി അറേബ്യ ജുബൈലിലെ സെബിക് സ്റ്റീൽ പ്ലാന്റ്, UAE അബുദാബിയിലെ എമിറേറ്റ്സ് സ്റ്റീൽ, ഖത്തർ സ്റ്റീൽ, ബഹ്റൈൻ അൽ ഹദ്ദിലെ ഫലൌദ്, കുവൈറ്റ് ഷുവൈബിയിലെ കുവൈറ്റ് സ്റ്റീൽ എന്നീ സ്റ്റീൽ പ്ലാന്റുകൾ ഇറാൻ ആക്രമിക്കാനാണ് പ്ലാനിട്ടിരിക്കുന്നത്. കൂടാതെ ഇറാന്റെ ഖർഗ് ദ്വീപിൽ ഏതെങ്കിലും തരത്തിലുള്ള കരസേനാ നീക്കം നടന്നാൽ UAEയിലെ കുടിവെള്ള പ്ലാന്റുകളും ആണവ നിലയങ്ങളും തകർക്കുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏവർക്കും. ഇസ്രായേലിൻ്റെയും വാശിയും അമേരിക്കയുടെ നിലപാടുകളും കാരണം മേഖല മുഴുവൻ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തകർച്ചയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തീർച്ചയായും ആ വഴിക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ പല സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നു, പല ഹോട്ടലുകളും അടച്ചുകൊണ്ടിരിക്കുന്നു ഗ്യാസിന്റെ അഭാവം മൂലം. ഇപ്പോൾ ചില കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ആ കപ്പലുകൾക്കുള്ളിലെ ഇന്ധനം കൊണ്ട് ഇന്ത്യയിലെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. എന്തായാലും ചില എണ്ണപ്പെട്ട കപ്പലുകൾ മാത്രമാണ് ആ പ്രവിശ്യയിലൂടെ ഹോർമുസ് പ്രവിശ്യയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കപ്പലുകൾക്ക് ഇന്ത്യൻ സൈന്യം
സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാലും അവർ കടത്തിവിടുന്ന കപ്പലുകൾ കൊണ്ട് ഇന്ത്യയിലെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറണമെന്നില്ല. എന്തായാലും എണ്ണ കമ്പനികൾ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള മറ്റുള്ള കമ്പനികൾ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരും എക്സൈസ് ഡ്യൂട്ടിയായ 10 രൂപ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നയം. എന്തായാലും പെട്രോൾ ഡീസൽ വില കൂടുതലിൽ ഉണ്ടാകുന്നതിൽ നിന്ന് അല്പമെങ്കിലും ഒരു ആശ്വാസം ജനങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് സത്യമാണ്. ഒരു പ്രൈവറ്റ് കമ്പനി തന്നെ, നയാര പോലുള്ള കമ്പനികൾ പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയും വരെ വർദ്ധിപ്പിച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിലും മറ്റുള്ള കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു ഈ വില വർധന ഉണ്ടായിരുന്നത്. എന്തായാലും അതിനൊരു സമാധാനം വന്നിട്ടുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും യുദ്ധം കൊണ്ട് മനുഷ്യന് ഒരിക്കലും ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. തീർച്ചയായും ഇത് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവർക്ക് അവിടെ ഇരുന്ന് ഉത്തരവിട്ടാൽ മതി, കാര്യങ്ങൾ നടന്നുകൊള്ളും എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും അനുഭവിക്കേണ്ടത് പൊതുജനങ്ങളാണ്. ഏത് തരത്തിലായിരുന്നാലും ചിലപ്പോൾ ഇനി നമ്മുടെ സഹോദരങ്ങൾ ധാരാളം UAE-യിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും പോലുള്ള അന്യനാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട്. അവർക്ക് കുടിവെള്ളം കിട്ടാതെയാകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഈ യുദ്ധത്തിൻ്റെ പോക്ക് കണ്ടാൽ തോന്നുന്നത്. കാരണം ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം ഇനി ആക്രമിക്കാൻ പോകുന്നത് അവിടുത്തെ കുടിവെള്ള പ്ലാന്റുകളെ ആയിരിക്കുമെന്നാണ് ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള ശക്തമായ ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് വീണ്ടും കരയുദ്ധം ആരംഭിക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം സൈനികരെ, ലക്ഷക്കണക്കിന് സൈനികരെ ഇറാൻ പ്രവിശ്യയിലേക്ക് അയച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കരയുദ്ധം തുടങ്ങാൻ വേണ്ടി. കരയുദ്ധം തുടങ്ങിയാൽ തീർച്ചയായും ഒരു വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ പല വിധത്തിലുള്ള ആണവ വികിരണങ്ങളും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും ആണവ വികിരണങ്ങൾ, ആണവ ചോർച്ചയുണ്ടായാൽ ആരെ കൊണ്ടും അത് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഈ ആണവ ചോർച്ച എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശം കൊണ്ട് നിൽക്കുന്നതല്ല. അത് ആണവ ചോർച്ച ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷത്തിലൂടെ എവിടെ വരെ എത്തും എന്നുള്ളത് അമേരിക്ക പണ്ട്, എന്നാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിലും ഇട്ട അണുബോംബിന്റെ വികിരണങ്ങൾ കൊണ്ട് ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം ഉള്ള കുട്ടികളാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ജപ്പാനിൽ ഇപ്പോഴും അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ അമേരിക്ക മുൻപും ഇതുപോലുള്ള ആണവ യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ ഒരു ആണവ യുദ്ധം ഇപ്പോൾ നടന്നാൽ ജനസംഖ്യ മുൻപത്തേതിലും ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട്. ജനസാന്ദ്രതയേറിയിട്ടുണ്ട്. ഈ ജനസാന്ദ്രതയുടെ കാരണം മൂലം മരണനിരക്കുകളും വളരെയധികം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആണവ ചോർച്ച ഉണ്ടാവാതിരിക്കട്ടെ, അണുബോംബുകളുടെ പ്രയോഗം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ രാഷ്ട്രത്തലവന്മാരുടെ വാശിയും വൈരാഗ്യവും നിർത്തിവെച്ചാൽ സാധാരണ ജനങ്ങൾ തീർച്ചയായും രക്ഷപ്പെടുന്നതാണ്. അവർക്ക് ആശ്വാസമുണ്ടാകും. അതായത് സാധാരണ ജനങ്ങളുടെ സാധാരണ ജീവിതം സാധാരണ പോലെയാകും. അതിൽ ഒരു മാറ്റവുമില്ല.